ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ്. അതായത് യൂണിവേഴ്സ് രഹസ്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ്, ആ ഒരു സന്ദേശങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് എടുക്കുക. അതുപോലെ ഇതൊന്നും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് യൂണിവേഴ്സ് രഹസ്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സന്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ്. യൂണിവേഴ്സ് രഹസ്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് എന്തൊക്കെയാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് രഹസ്യമായി പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ്, ആ ഒരു കാര്യങ്ങൾ, ആ ഒരു സന്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇനി യൂണിവേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ, രഹസ്യ സന്ദേശങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് രഹസ്യമായിട്ട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സന്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് രഹസ്യമായിട്ട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സന്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത് 9 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ് മാസ്റ്റർ കാർഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു പുതിയ തിരിച്ചറിവുകൾ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മനസ്സ് ശാന്തമാക്കി വെക്കേണ്ട രീതികളെ കുറിച്ചും അല്ലെങ്കിൽ മനസ്സ് ശാന്തമാക്കി വെക്കേണ്ട ആവശ്യകത എന്താണെന്നൊക്കെ പറഞ്ഞിരുന്നു. ആത്മീയ പാഠങ്ങള്, ആത്മവിശ്വാസം വീണ്ടെടുക്കല് തുടങ്ങിയ കുറെ കാര്യങ്ങളാണ് യൂണിവേഴ്സ് ഇവിടെ ഓവറോൾ എനർജിയായിട്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓവറോൾ ഒരു എനർജി എടുക്കുമ്പോൾ നമുക്ക് ഇനി കാർഡുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു 4 ഓഫ് കപ്സ്, 10 ഓഫ് സോഡ്സ് ഒക്കെയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അപ്പം ഇനി ഈ ഒരിക്കൽ ഒരു വേദനയിലൂടെ നിങ്ങൾ കടന്നുപോയി എന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു 10 ഓഫ് സോഡ്സിന്റെ ഒക്കെ എനർജി അതാണ്. നമുക്ക് 4 ഓഫ് കപ്സും അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെയധികം നിരാശയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്നതിന് ശേഷം ഒരു ബ്രേക്കപ്പിലേക്ക് പോയതാകാം, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകാം. ചിലപ്പോൾ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകാം. ഇമോഷണലി, പക്ഷെ ഇവിടെ കൂടുതലും നമുക്ക് കാണുന്നത് ഇമോഷണലി നിങ്ങൾക്ക് ഒത്തിരി ഒരു നിരാശ വന്നുപോയി എന്നാണ്. അപ്പൊ കൂടുതൽ ആളുകളും ഇതൊരു ബ്രേക്കപ്പോ അങ്ങനെ റിലേഷൻഷിപ്പോ സംബന്ധിച്ച് ഒരു ഇതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഇമോഷണലി കുറച്ചൊന്ന് ഇങ്ങനെ അതിൽ പെട്ട് നിരാശയിലൂടെ കടന്നുപോയി ഇമോഷണലി ആയിട്ട് ഇനി ഒരു കാര്യങ്ങളും വേണ്ട എന്ന രീതിയിൽ ഒന്ന് മാറി നിൽക്കുന്ന ഒരു ഇതാണ് നമുക്ക് കാണാനായിട്ട്. മടുത്ത് മാറി നിൽക്കുന്നു. ഇനി ആരുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഒന്നും വേണ്ട, ആരുമായിട്ട് കൂടുതൽ ഒരു സ്നേഹത്തിനോ കാര്യങ്ങൾക്കൊന്നും വേണ്ട, ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് നിങ്ങളൊന്ന് മാറി നിൽക്കുന്നു. കാരണം ഈ ഒരു വേദനയും നിരാശയും ഒക്കെ നിങ്ങൾ അനുഭവിച്ച് അതിലൂടെ കടന്നു പോയപ്പോൾ അതിന്റെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് താങ്ങാവുന്നതിലും ഒത്തിരി അപ്പുറത്തായിരുന്നു. അതുകൊണ്ട് ഇനി അത് ജീവിതത്തിൽ വരാനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ ചില അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് പഴയ വേദനയിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് മുന്നിലുള്ള നിങ്ങളുടെ ഒരു അനുഗ്രഹങ്ങൾ, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഓപ്പർച്യൂണിറ്റീസ്, അനുഗ്രഹങ്ങൾ ഒന്നും നിങ്ങൾ കാണുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് ഈ വേദനയും വിഷമവും ഇപ്പൊ മുന്നേ ഉണ്ടായിരുന്ന പാസ്റ്റിലെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നുള്ള വേദനയും വിഷമവും നിരാശയും അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാകാം. അപ്പൊ ഇനിയും അത് ലൈഫിൽ എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഈ ഇമോഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ഇനി ഇതിലേക്കൊന്നും ഇല്ല എന്ന രീതിയിൽ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസോ അങ്ങനെ ഒന്നും തന്നെ നിങ്ങൾ ജീവിതം അടുത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ. അപ്പൊ ഇവിടെ നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ,
നിങ്ങളുടെ മുന്നിൽ അവസരങ്ങളുണ്ട്, അനുഗ്രഹങ്ങൾ യൂണിവേഴ്സ് തരുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അത് തിരിച്ചറിയുന്നില്ല. നിങ്ങൾ ആ പഴയ വേദനയിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. ആ പഴയ വിഷമത്തിലും വേദനയിലും ആ ഒരു പുകമറയത്ത് നിങ്ങൾ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങൾ കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് ഒരു പുതിയ തുടക്കത്തിന് തയ്യാറാകണം. നിങ്ങളുടെ സോളിനെ നിങ്ങൾ കുറച്ച് സ്ട്രെങ്ത് ആക്കി എടുക്കണം. എന്നിട്ട് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിന്റെ ഫസ്റ്റ് ഒരു മെസ്സേജ് ആയിട്ട് നമുക്ക് വരുന്നത്. ഇനി ഒരു പുതിയ ജീവിത ചക്രം ആരംഭിക്കാൻ നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് വന്നിരിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങളുടെ പഴയ പാസ്റ്റിലെ വിഷമങ്ങളും വേദനകളും എല്ലാം മറന്നു കളയുക. ഇനി ഒരു പുതിയ ചക്രം, ജീവിതത്തിന്റെ ചക്രം തിരിയുമ്പോൾ ഒരു പുതിയ അധ്യായമാണ് നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കുന്നത്. ആ ഒരു പഴയ അധ്യായം അവസാനിച്ചിരിക്കുന്നു എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, പിന്നീട് വരുന്ന ഒരു ഇതില് വളരെ ശക്തമായ സന്ദേശങ്ങളാണ് നമുക്ക് വേണ്ടി വരുന്നത്. ഒരു നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഒരു മാറ്റമാണ് എന്നിവിടെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിധിയുടെ മാറ്റങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഇതെന്നും പറയുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റീഡിങ് റെസിനേറ്റ് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും പഴയ ആ നഷ്ടപ്പെട്ടു പോയ എന്തിലോ തങ്ങിക്കിടക്കുന്നു. അവരുടെ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം ആ ഒരു നഷ്ടപ്പെട്ടു പോയ കാര്യത്തിലാണ് തങ്ങിക്കിടക്കുന്നത്. അപ്പൊ ആ ഒരു നഷ്ടപ്പെട്ടു പോയതിനെ നോക്കാതെ എന്താണ് ഇനി വരാനിരിക്കുന്നത്, ആ ഒരു കാര്യത്തെ കാണാനായിട്ട് പരിശ്രമിക്കൂ എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ലെസൺ. അതുപോലെ കഴിഞ്ഞ കാലത്തിലെ ഇപ്പൊ നിങ്ങൾക്ക് കുറേ കഷ്ടപ്പാടുകൾ വന്ന് അതിൽ നിന്ന് നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ആ മനസ്സിലാക്കി അങ്ങനെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നത് കഴിഞ്ഞ കാലത്തിലെ ഒരു കർമാസിന്റെ ഫലമായിട്ടാണെന്നും ആ കർമ്മയുടെ ഒരു ലെസൺസ് ആണ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചത് എന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇനി അത് തീർന്നു, നിങ്ങളുടെ ആ കർമാസ് തീർന്നു, ഇനി നിങ്ങൾക്കൊരു ഭാഗ്യം തിരിച്ചു വരുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ഭാഗ്യം അതെന്താണ്, ആ ഒരു അനുഗ്രഹം എന്താണ് എന്ന് കാണാനായിട്ട് നിങ്ങളോട് ശ്രമിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ മുന്നിൽ തന്നെ അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിപ്പോ നിങ്ങൾ ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു എന്താണെങ്കിലും ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്, സാമ്പത്തികമായ ഉയർച്ച ആയിക്കോട്ടെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. പക്ഷെ അത് പരിശ്രമിക്കൂ, അത് കണ്ടെത്താനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കൂ എന്നുള്ളതാണ് നമുക്ക് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അതാണ് യൂണിവേഴ്സിന്റെ ഒരു മെസ്സേജ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ യൂണിവേഴ്സ് പറയുന്നത് ആത്മവിശ്വാസം, നിങ്ങൾക്ക് തീരെ ആത്മവിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് എന്ത് കാര്യത്തിന് ഇത്രയും നാൾ നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അത് എല്ലാം തന്നെ ഒരു ഫ്ലോപ്പായി പോകുന്ന, മൊത്തത്തിൽ നിന്നു പോകുന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ അതിന് തടസ്സങ്ങൾ വന്ന് അത് നിന്നു പോവുക, അങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും പണികൾ കിട്ടുന്ന ഒരവസ്ഥയായിരിക്കും നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് അങ്ങനെ വന്ന് കുറെ നാൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തന്നെ മടുപ്പ, അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു സുഖമില്ല, ഇനി അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല, അതിങ്ങനെ തന്നെ വരുള്ളൂ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അപ്പൊ അങ്ങനെ എത്തി നിൽക്കുന്ന ആളുകളാണ് ഇവിടെ കാണാൻ. സ്വന്തമായിട്ട് നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരു ആത്മവിശ്വാസം നിങ്ങൾ തിരിച്ചു പിടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുക, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, അത് നിങ്ങൾ കണ്ടെത്തുക. അത് കണ്ടെത്തുന്നതോടുകൂടി തന്നെ നിങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതാണ് നമുക്ക് ഒരു മറഞ്ഞിരിക്കുന്ന രഹസ്യമായ സന്ദേശം എന്ന് ശരിക്കും പറയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ആ ഒരു സന്തോഷമുണ്ട്, അതെന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക. അത് നിങ്ങൾക്ക് ഒരു പൂർണ്ണത നൽകും, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് എത്താനായിട്ട് അത് സഹായിക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു മെസ്സേജ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന നിങ്ങൾ വളരെ ശക്തിയുള്ള, വളരെ ആളുകളെ അട്രാക്ട് ചെയ്യാൻ കഴിവുള്ള, സ്വതന്ത്രമായി ചിന്തിക്കുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു സോളുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോളുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ സ്വയം സന്തോഷിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം സന്തോഷം മറ്റുള്ളവരിൽ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കണം. അതായത് അവര് നല്ലത് പറഞ്ഞാൽ മാത്രമേ എനിക്കൊരു സന്തോഷം വരുള്ളൂ, അല്ലെങ്കിൽ അവര് എന്നോട് ചിരിച്ച് സംസാരിക്കുക, അവരെന്നെ കെയർ ചെയ്യണം, അങ്ങനെ, അല്ലെങ്കിൽ അവര് നല്ലതായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നൊരു അപ്രീസിയേഷൻ കിട്ടണം, എങ്കിൽ മാത്രമേ എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ, അല്ല അവരെന്റെ കൂടെ വേണം, എന്നാൽ മാത്രമേ ഞാൻ സന്തോഷത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് വരുള്ളൂ. അങ്ങനെ മറ്റുള്ളവരിൽ നിങ്ങളുടെ സന്തോഷം കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ
മറ്റുള്ളവരിൽ നിങ്ങളുടെ സന്തോഷം നിക്ഷേപിച്ചിട്ട് നിങ്ങൾ മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിനാലാണ് നമുക്കിവിടെ 9 ഓഫ് കപ്സ് റിവേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ അകത്ത് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അത് കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ആ ഒരു സന്തോഷം കണ്ടെത്തുന്നതോടുകൂടി തന്നെ നിങ്ങൾ ഒരു പൂർണ്ണതയിലേക്ക് എത്തും. സ്പിരിച്വലി കുറച്ചും കൂടി ഒന്ന് ഉയർച്ച നിങ്ങളുടെ ഒരു സോളിന് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതാണ് യൂണിവേഴ്സ് ഇപ്പൊ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് കാണുന്നവർ വളരെ വിഷമത്തിലിരിക്കുന്നവരും ഒട്ടും ആത്മവിശ്വാസം ഇല്ലാതെ നടക്കുന്നവരും ഒക്കെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് നമുക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ വരുന്നത് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ 9 ഓഫ് കപ്സ് റിവേഴ്സ് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് നിങ്ങൾ ആരുടെയോ കയ്യിലാണ് നിങ്ങളുടെ സന്തോഷം കൊടുത്തിരിക്കുന്നത്. അവര് ചിരിക്കുക, അവര് കരയുക, അവര് സന്തോഷിക്കുക, അതനുസരിച്ച് നിങ്ങളുടെ ഇമോഷൻസും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്ത് നിങ്ങളുടേതായ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്ത് നിങ്ങളുടേതായ ഒരു രാജ്യം നിങ്ങൾ ഉണ്ടാക്കി ആ ഒരു മാനസിക സന്തോഷം നിങ്ങളിൽ തന്നെ നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് രണ്ട് 5 ഓഫ് കപ്സ് 5 ഓഫ് വാൻഡ്സ് അടുത്തടുത്ത് വന്നത്. 5 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് എങ്കിൽ കൂടി തൊട്ടടുത്തടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ 2 5 കാർഡുകൾ ഒരുമിച്ച് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രാൻസ്ഫർമേഷനും അതുപോലെ ഒരു സ്ട്രഗിളും കാണുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഈ ഒരു സ്ട്രഗിൾസ് മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജീസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. എന്നാലും യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ലൈഫിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാം. അപ്പം യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് പഴയതിനെ ഇങ്ങനെ വലിച്ച് നമ്മുടെ ഒപ്പം കൊണ്ടുപോകാതെ ആ പിടി വിടുക, ആ പഴയതിനെ കളയുക, അതിൽ നിന്ന് നീ കുറച്ചും കൂടി വളരാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴല്ല, ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം ചെറിയ ചെറിയ വഴക്കുകളും തെറ്റിദ്ധാരണകളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ കുറെ കോൺഫ്ലിക്റ്റുകളും, അല്ലെങ്കിൽ അവരില്ലാതെ എനിക്ക് പറ്റില്ല അങ്ങനെയുള്ള കുറെ കൺഫ്യൂഷൻസും, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവസ്ഥ, ക്ലിയർ ഇല്ലാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ ഇവയെല്ലാം നിങ്ങളുടെ ആത്മാവിനെ വളർത്താനുള്ള ചില പരീക്ഷണങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് വളരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു മെസ്സേജ്. ഈ ഒരു ഹെറോഫൻ കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്പിരിച്വൽ ആയിട്ട് നമുക്ക് കുറെ ലെസൺസ് പറഞ്ഞു തരുന്ന ഒരു കാർഡ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു ആത്മീയ ബോധം വളർത്താനുള്ള ഒരു സമയമാണ് ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും അല്ലെങ്കിൽ ഈ വക നമ്മളിപ്പോൾ ടാരോട്ട് കാർഡ്സുകൾ കാണുക അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ആ ഒരു നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധ്യം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാണുന്ന സമയത്ത്, എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലോ. ഇപ്പൊ നമ്മൾ ഈ ഒരു ടാരോട്ട് കാർഡ് തന്നെ കാണുകയാണെങ്കിൽ ഞാൻ ഇതിൽ കുറെ യൂണിവേഴ്സിന്റെ സന്ദേശങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇതെല്ലാം ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യും അല്ലെങ്കിൽ എനിക്ക് റിലേറ്റ് ചെയ്യും എന്ന് തോന്നില്ല. എന്തോ 1 2 കാര്യങ്ങൾ ആണ് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ, അത് നിങ്ങളുടെ മനസ്സിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഫെയ്ത്ത്, അതിൽ വിശ്വസ്തയോടെ നിലനിന്നുകൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇത്രയും പടുകുഴി കിടക്കുന്ന, മാനസികമായിട്ട് ഇത്രയും തളർന്നു കിടക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഞാൻ ഇത്ര തളർന്നു കിടക്കുന്നു, അല്ലെങ്കിൽ കരിയർ പരമായിട്ട് ഞാൻ ഇത്രയും തളർന്നു കിടക്കുന്നു, ഇനി ഒന്നും എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് ചിലപ്പോൾ ചിലവരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടാകും. അതിന് നമുക്ക് യൂണിവേഴ്സ് ഓൾറെഡി ഇവിടെ ഗൈഡൻസ് തരുന്നുണ്ട്. ഇപ്പോഴുള്ള സാഹചര്യങ്ങളെല്ലാം ഒരു ടെമ്പററി മാത്രമാണ് എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. എന്നിട്ട് ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക, ആത്മീയമായിട്ട് കുറച്ചും കൂടെ ഒരു വളരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അവസാനമായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ, വിഷമങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും. കുറെ പോരാട്ടങ്ങൾ നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും. പല ആളുകളോട് ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും എന്തിനാണെങ്കിലും കുറെ പോരാട്ടങ്ങൾ നിങ്ങൾക്ക് നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ഇനി ആ ഒരു പോരാടാനുള്ള ശക്തിയില്ല, എല്ലാം കഴിഞ്ഞു, എനിക്കിനി വയ്യ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയമാണെങ്കിൽ കൂടി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ ഒരു പോരാട്ടങ്ങളിലൂടെ നിങ്ങളെ കുറിച്ച് സ്ട്രെങ്തൻ ആക്കി മാറ്റാനുള്ള ഒരു കാര്യമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇമോഷണലി കുറച്ചുകൂടി നിങ്ങൾ മെച്യൂർ ആയി വരുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ വളരെ തളർന്ന് ഈ ഒരു വിഷമത്തിലൂടെയും കാര്യങ്ങളിലൂടെയും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇനി ഈ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് പിറകോട്ട് പോകരുത്, മുന്നോട്ടേക്ക് വരിക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്മാറരുത് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്.
അത് തന്നെയാണ് നയൻ ഓഫ് വാൻഡ്സ്. ഈ ഒരു ആള് മടുത്ത് നിൽക്കുകയാണ്, എല്ലാം ചെയ്ത് മടുത്ത് നിൽക്കുകയാണ്. ഇനി ഈ ആൾ ഇത്രയും ഫൈറ്റ് ചെയ്ത് മുന്നിൽ വന്ന് നിന്നിട്ട് ഇനി ആള് പിന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് മൊത്തം നഷ്ടപ്പെട്ടു. ഇത്രയും പോരാടിയതും എല്ലാം വെറുതെയാകും. അപ്പൊ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടി വീണ്ടും മുന്നോട്ടേക്ക് പോകുക എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ഈ ഒരു പോരാടി നിൽക്കുന്ന മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആ ഒരു സഹനശക്തിയാണ് അവിടെ. അപ്പൊ നിങ്ങളുടെ ഒരു സഹനശക്തിയാണ് നിങ്ങളുടെ വിജയം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി കുറച്ച് ദൂരം കൂടി മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സക്സസിലേക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സക്സസ് എന്ന് പറയുന്നത് നമുക്കൊരു മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യമോ അല്ലെങ്കിൽ ഒരാളെ നേടിയെടുക്കുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആവുന്ന കാര്യമോ അതൊന്നുമല്ല. നമുക്ക് ഏതൊരു അവസ്ഥയിലായിരിക്കുമ്പോഴും ഒരു സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നമുക്ക് ഒരു സക്സസ് എന്ന് പറയാനായിട്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ ഇനി കുറച്ച് ദൂരം കൂടി ബാക്കിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പിന്നിലോട്ട് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ മൊത്തത്തിൽ നമ്മളൊരു സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാകാം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം വളരെയധികം മോശം, എൻ്റെ പണ്ടെടുത്ത ചില ആളുകളൊക്കെ പറഞ്ഞാൽ ഞാൻ പണ്ടെടുത്ത ആ ഒരു ഡിസിഷൻ തെറ്റിപ്പോയതുകൊണ്ട് എനിക്ക് പിന്നെ ഇങ്ങോട്ടേക്കുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ മാറിപ്പോയി, അന്ന് ആ ഡിസിഷൻ ഞാൻ മാറ്റിയെടുത്തിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് ആ ഒരു ഡിസിഷൻ മാറ്റിയെടുത്തായിരുന്നെങ്കിൽ എല്ലാം ഓക്കെ ആവുന്നു. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ വിധിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏത് ഡിസിഷൻ എടുത്താലും അതിലൂടെ തന്നെ പോകേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ എൻ്റെ അതുകൊണ്ട് തന്നെ അത് എൻ്റെ വഴി തെറ്റിപ്പോയി, ഞാൻ അന്ന് എടുത്ത ഡിസിഷൻ എൻ്റെ വഴി തെറ്റിപ്പോയി, ഇനി എനിക്ക് പുറകോട്ടേക്ക് ചെന്നിട്ട് ഇതൊന്നും മാറ്റാൻ ഒരിക്കലും പറ്റില്ല, അതുകൊണ്ട് തന്നെ ഇതെല്ലാം മാറ്റി, ഇതെല്ലാം റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ലൈഫ് ആയിക്കോട്ടെ എല്ലാം മാറ്റി നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, യൂണിവേഴ്സിലൂടെ നമുക്ക് ഡയറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളുടെ വഴി തെറ്റിയിട്ടില്ല എന്ന്. അതായത് നിങ്ങളൊരു മാറ്റത്തിന്റെ വഴിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നത്, അത് വഴി തെറ്റിയതല്ല. ഇപ്പോ നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നും. ചില ആളുകൾക്ക് അങ്ങനെ തോന്നും. നമുക്ക് നമ്മളെ തന്നെ ഇമോഷണലി വളരെ വീക്കായി കഴിയുമ്പോൾ നമ്മളെ തന്നെ നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് തോന്നും. അതെല്ലാം നിങ്ങളെ വളർത്താനുള്ള ഒരു ദൈവത്തിന്റെ ഒരു ഡിവൈൻ പ്ലാൻ ആണ് എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് യൂണിവേഴ്സ് ഈ ഒരു റീഡിങ്ങിലൂടെ പറഞ്ഞു തന്നത്. ഓക്കെ, നമ്മൾ ചോദിച്ചിട്ടുള്ളത് രഹസ്യമായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇതാണ് യൂണിവേഴ്സ് നിങ്ങളോട് രഹസ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മെസ്സേജസ് നമുക്ക് ഈ ഒരു കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നൊരു പോസിബിലിറ്റിയാണ്. അതുപോലെ ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ വന്നിരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് നമ്പർ 50 ആണ്. അതുപോലെ നമ്പർ 4 നമുക്കിവിടെ വന്നിരിക്കുന്നുണ്ട്. നമ്പർ 39 നമുക്ക് വന്നിട്ടുണ്ട്. പെയിന്റിങ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടിയിട്ടുള്ള ചൈൽഡിഷ്, നിങ്ങളുടെ പേഴ്സൺ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ. 1986 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 2005 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 23 നമുക്ക് കിട്ടുന്നുണ്ട്. ദിസ് മന്ത് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 8 കിട്ടുന്നു. അക്കൗണ്ടന്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. കുക്കിംഗ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 13 കിട്ടുന്നുണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. ഗവൺമെന്റ് സർവീസിലൊക്കെ ഉള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. സോഷ്യൽ വർക്കർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ കെ. ടാറ്റു ഓൺ ഹാൻഡ്, കൈകളിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം. മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു. ലെറ്റർ വി. അതുപോലെ കെയറിങ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 43 നമുക്ക് കിട്ടുന്നുണ്ട്. ലൈക്സ് ട്രാവലിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളാകാൻ ചാൻസ് ഉണ്ട്. നമ്പർ 22 നമുക്ക് കിട്ടുന്നുണ്ട്. ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ജൂൺ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്, ഒരു പോസിബിലിറ്റി ആണ്. ലെറ്റർ എക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ എൽ. എബ്രോഡ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 47 നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാകാം. ലെറ്റർ എഫ് നമുക്ക് കിട്ടുന്നു. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
സെൻസിറ്റീവ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ വളരെ സെൻസിറ്റീവ് ആയിരിക്കാം. കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം. ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. 1988 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. അതുപോലെ തന്നെ 1988 വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, 1 month എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 1986 കിട്ടുന്നുണ്ട്. ലോയർ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. നമ്പർ 12 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 51 നമുക്ക് കിട്ടുന്നുണ്ട്. 639 എന്ന് പറയുന്നൊരു നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫ് ചേഞ്ച്, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നു. ചാരിറ്റി ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കാം. നമ്പർ 34. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് 1994 എന്ന് പറയുന്ന വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ മെയ് മന്ത് ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 2000 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 41 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 40 കിട്ടുന്നുണ്ട്. ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. നേച്ചർ എന്ന് പറയുന്നത് കിട്ടുന്നുണ്ട്. 7 days നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ക്ലൂ നമ്പർ 22 ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത്ര ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.